സിനിമയായിരുന്നു അറ്റ് ദ എൻഡ് പാഷൻ, അത് തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെ തോന്നുന്നു? എന്തായാലും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇതിന് സിനിമയിൽ ചെയ്തിട്ടില്ലേ? ചെയ്തതെല്ലാം അത്യാവശ്യം നല്ല വലിയ വേഷങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വന്ന സിനിമകളൊന്നും അത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവർക്കും എല്ലാ പടവും വർക്കാവില്ലല്ലോ. പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ പടം മന്ദാകിനിയായിരുന്നു. മന്ദാകിനി എല്ലാവർക്കും ലൈക്ക് കാണുന്നുണ്ട് ആളുകള്. അപ്പൊ സന്തോഷം ചെയ്തു. അതിനു മുൻപ് സന്തോഷവും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അമിതേട്ടന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്തു. അതിനു മുൻപ് കൈപ്പോള ചെയ്തു. ഫസ്റ്റ് മൂവി ഓർമ്മയിലൊരു ശിശിരമായിരുന്നു. അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് മന്ദാകിനി. മന്ദാകിനി നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആ ഒരു ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു തോന്നുന്നു അല്ലെ? ലൈക്ക് കായ്പോള ചെയ്തിരുന്ന സമയത്തുള്ള ക്യാമറ ടീമായിരുന്നു അവര്. അതിൽ കുറച്ച് പേര്. ആൻഡ് കായ്പോളയുടെ ക്യാമറാമാൻ ഉണ്ട് ഷിജു ഭാസ്കർ. ഷിജുവേട്ടൻ തന്നെയാണ് ഇതിന്റെ റൈറ്റർ, മന്ദാകിനിയുടെ റൈറ്ററും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇന്നാവുന്നത്. പിന്നെ അവർ എൻ്റെ ടീം എന്ന് പറയുന്നത് പോകുമ്പോൾ 1-2 പേരെ അറിയുള്ളൂ. കയറി കഴിഞ്ഞതിന് ശേഷം അതൊരു ഫാമിലി ആയിരുന്നു. എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹം. നമ്മുടെ വീട്ടിലെ കല്യാണം പോലെ തന്നെയായിരുന്നു ആ ലൊക്കേഷൻ. ഭയങ്കര രസമായിരുന്നു. അശ്വ ചേച്ചി പറഞ്ഞ കേട്ടിരുന്നു അതിനകത്ത് കൂടുതലും ഡേയ്സും നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഉറക്കം എന്നുള്ളൊരു ഫീലിങ്സ് അവിടെ ഉണ്ടായിട്ടില്ല. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ലൊക്കേഷനിലെത്തും. 6 മണിയാകുമ്പോഴത്തേക്കും മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം 6 മണി വരെ ഷൂട്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസത്തോളം നമ്മൾ ജീപ്പിലാ, രാത്രി ഡ്രൈവാ. അതും പഴയ ഒരു ജീപ്പില്. അപ്പൊ നമ്മൾ 5-6 പേരേ ഉള്ളൂ. പുറകിൽ 5 പേരാണ്. അപ്പൊ അത് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടായിരുന്നു അത്രയും ലോങ് ഡേയ്സ് നൈറ്റ് ഷൂട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ ആരും ഉറക്കം വരുന്നുണ്ടെന്നോ ക്ഷീണമുണ്ടെന്നോ അല്ലെങ്കിൽ അയ്യോ വയ്യ അങ്ങനെ ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. സിനിമയിൽ സിനിമ കണ്ട് ചിരിച്ച ആളുകളുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അവിടെ ചിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭയങ്കര ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ വർക്കിന്. സിനിമയിൽ എന്ത് തരം ക്യാരക്ടർ ചെയ്യാനായിട്ടാണ് കൂടുതലും ഇഷ്ടം? എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രദ്ധ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ എനിക്ക് അത് കൊള്ളാലോ, അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് കൂടെ. അപ്പം എന്തായാലും എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടായി ഇന്ന ആളുടെ കൂടെ അഭിനയിക്കാം എന്നുള്ളത്. ഇപ്പം ലാലേട്ടൻ മമ്മൂക്ക ഒക്കെ മാറ്റി നിർത്തിയാൽ കൂടെ ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും? എനിക്ക് എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ ആക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം. അങ്ങനെ ആരുമില്ല, നൈസായിട്ട് ഒഴിവാക്കിയതാണ്. അങ്ങനെ ആലോചിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ പേരൊക്കെ ഓൾറെഡി പറഞ്ഞു. ആരോട് ചോദിച്ചാൽ ഇതേ പറയുള്ളൂ, ലാലേട്ടൻ മമ്മൂക്ക എന്നുള്ള ഒബ്വിയസ്ലി ഇതുണ്ടാവും എന്തായാലും. അതാണ് അത് മാറ്റി നിർത്തി പറയാൻ. ഞാൻ ഭയങ്കര സൗബിൻ ഖാൻ ഫാനാണ്, അർജുന അശോകൻ, അങ്ങനെ ഇപ്പോഴുള്ള എല്ലാ ആക്ടേഴ്സും എല്ലാ സിനിമകളും ഭയങ്കര രസമല്ലേ. പിന്നെ നല്ല പ്രൊഡക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക, നല്ല ഡയറക്ടേഴ്സുമായിട്ട് ചെയ്യാൻ പറ്റുക, എല്ലാം. ഇപ്പൊ അർജുന അശോകന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗോപിക ഇപ്പം സുമതിവള എന്നൊരു സിനിമയിൽ ലീഡ് ആയിട്ട് ചെയ്യാൻ പോവാണ്. ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. അത് എനിക്ക് പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഈ മാസം റിലീസ് ചെയ്യുന്നു തോന്നുന്നു. നല്ല സിനിമയായിട്ട് അഭിലാഷ് ഏട്ടനായിട്ട് നല്ല പരിചയമുണ്ട്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പം എല്ലാ അടിപൊളി ആവട്ടെ, വലിയ വിജയം ആവട്ടെ സിനിമ, പ്രാർത്ഥിക്കുന്നു. ശിവേടന് സിനിമ ആഗ്രഹങ്ങളില്ലേ? പിന്നെ ഒരു സിനിമ കൊണ്ടും പിന്നെ ഒരു സിനിമയാണ് എന്റെ ഓർമ്മയിലുള്ളൂ, പിന്നെ കണ്ടിട്ടേ കിട്ടാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു, പിന്നെ അങ്ങനെ കുറച്ച് ജോലി പരിപാടികൾ, പിന്നെ വീണ്ടും ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഇങ്ങനെ സാന്ത്വനത്തിലേക്ക്. അപ്പൊ സാന്ത്വനം ചെയ്യാൻ തന്നെ കാരണം രജപുത്ര, നമ്മുടെ രഞ്ജിത്തേട്ടനും ജിപ്പി ചേച്ചിയും അങ്ങനെ ഒരു ടീം ആയതുകൊണ്ടാണ്. അപ്പൊ അത് ചെയ്തു, അത് വലിയ ഭാഗ്യമായി, അത് ഭയങ്കര ഹിറ്റായി. ഈ ക്യാരക്ടർ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇപ്പം സീരിയലിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു, വീണ്ടും സിനിമ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, നടക്കുമെന്ന് വിചാരിക്കുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.